ഞാൻ ഏഞ്ചൽ പി ഇലിയാസ്, ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. സൗദിയിൽ പൊതുസ്ഥലങ്ങളിൽ ഫോട്ടോ, വീഡിയോ എടുക്കുന്നവർ സൂക്ഷിക്കുക. ഇത്തരം നിയമലംഘനങ്ങൾക്ക് ഇനി മുതൽ 5 മാസം തടവും 10,000 റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. പൊതുസ്ഥലങ്ങളിൽ നടത്തുന്ന 17 നിയമലംഘനങ്ങളും മസ്ജിദുകളിൽ വെച്ച് നടത്തുന്ന 6 നിയമലംഘനങ്ങളും നിയമാവലി നിർണ്ണയിക്കുന്നു. പൊതുസ്ഥലങ്ങൾ വികൃതമാക്കൽ, കാറുകളിൽ നിന്ന് സിഗരറ്റ് കുറ്റികളും ഭക്ഷണാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും റോഡുകളിലേക്ക് എറിയൽ, കുപ്പത്തൊട്ടികൾക്ക് പുറത്ത് മാലിന്യങ്ങൾ ഉപേക്ഷിക്കൽ, പൊതുസ്ഥലങ്ങളിലെ മരങ്ങൾ മുറിക്കൽ, മരങ്ങൾ കത്തിക്കൽ, പ്രത്യേകം നീക്കിവെച്ചതല്ലാത്ത സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സ്ഥാപിക്കൽ, സംഘം ചേരൽ, പരിപാടികൾ സംഘടിപ്പിക്കൽ, അനുയോജ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെ റോഡുകളിലൂടെ കാലികളെ നീക്കം ചെയ്യൽ, പ്രത്യേകം നിശ്ചയിച്ചതല്ലാത്ത സ്ഥലങ്ങളിൽ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കൽ എന്നിവ ശിക്ഷ ലഭിക്കുന്ന നിയമലംഘനങ്ങളായി പൊതു അഭിരുചി സംരക്ഷണ നിയമാവലി നിർണ്ണയിക്കുന്നു. മുൻകൂട്ടി അനുമതി വാങ്ങാതെ ശബ്ദമുഖരിതമായ പരിപാടികൾ സംഘടിപ്പിക്കൽ, കാറുകളിലും വസ്ത്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സഭ്യതയ്ക്ക് നിരക്കാത്ത ഫോട്ടോകൾ പതിക്കൽ, വാചകങ്ങൾ രേഖപ്പെടുത്തൽ, സേവനങ്ങൾ നേരിടുന്നതിനും വരികളിലും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കൽ, പൊതുസ്ഥലങ്ങളിൽ ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും അവകാശങ്ങൾ ലംഘിക്കൽ എന്നീ നിയമലംഘനങ്ങൾക്ക് 3 മാസം തടവും 3000 റിയാൽ വരെ പിഴയുമാണ് നിയമാവലിയിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. വിദേശികളുടെ 37,000 ഡ്രൈവിംഗ് ലൈസൻസുകൾ കുവൈത്ത് സർക്കാർ റദ്ദാക്കി. 2015 മുതൽ 2018 വരെ 3 വർഷ കാലയളവിനുള്ളിലെ ലൈസൻസുകളാണിത്. 2015 മുതൽ 2018 വരെ 3 വർഷ കാലയളവിനുള്ളിലെ ലൈസൻസുകളാണ് കുവൈത്ത് സർക്കാർ റദ്ദാക്കിയത്. ഹൗസ് ഡ്രൈവർമാരായും മറ്റും വരുന്നവർക്ക് നൽകുന്ന ലൈസൻസ് ജോലി മാറുമ്പോൾ തിരിച്ചു നൽകണം. ചില തസ്തികകളിൽ ഉപാധിയില്ലാതെയാണ് ലൈസൻസ്. പ്രതിമാസം 600 ദിനാർ ശമ്പളം, ബിരുദം, കുവൈത്തിൽ 2 വർഷ താമസം എന്നിവയാണ് ഉപാധി. ഉപാധികൾ ആവശ്യമില്ലാത്ത തസ്തികകളിൽ ജോലി ചെയ്യവേ ലഭിച്ച ലൈസൻസ് മറ്റു തസ്തികകളിലേക്ക് ജോലി മാറിയാൽ തിരികെ കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. തൊഴിൽ മാറിയാൽ ആരും ലൈസൻസ് തിരിച്ചേൽപ്പിക്കാത്തത് പതിവായതോടെയാണ് സർക്കാർ നടപടികൾ തുടങ്ങിയത്. ന്യൂസ് ടുഡേ, കുവൈത്ത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നു. ഏപ്രിൽ 16, 17 തീയതികളിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ മാസം 16, 17 തീയതികളിലാണ് കേരളത്തിൽ പര്യടനം നടത്തുന്നത്. ഏപ്രിൽ 15 തിരുവനന്തപുരത്ത് എത്തുന്ന അദ്ദേഹം 16 രാവിലെ 10 പത്തനാപുരത്തെത്തും. 11:30 പത്തനംതിട്ടയിലും വൈകുന്നേരം 4 ആലപ്പുഴയിലും 6 തിരുവനന്തപുരത്തും നടക്കുന്ന പൊതുപരിപാടികളിൽ പ്രസംഗിക്കും. തുടർന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് പുറപ്പെടും. 17 വയനാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും. ന്യൂസ് ടുഡേ. ഒടുവിൽ തന്റെ വിദ്യാഭ്യാസ യോഗ്യത തുറന്നു പറഞ്ഞ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. അമേഠിയിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് തനിക്ക് ബിരുദമില്ലെന്നും തന്റെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത 1994 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിച്ച പാർട്ട് 1 ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആണെന്നും സ്മൃതി പറഞ്ഞത്. തന്റെ ബിരുദം വലിയ ചർച്ചാ വിഷയമായതോടെ സ്മൃതി ഇറാനി ഇത്തവണ വളരെ സൂക്ഷിച്ചാണ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. 2009 2014 ലോക്സഭയിലേക്കും 2011 രാജ്യസഭയിലേക്കും മത്സരിച്ചപ്പോൾ നൽകിയതിന് ഏതാണ്ട് സമാനമായ വിശദീകരണമാണ് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്നത്. ബികോം പാർട്ട് 1 1993 CBSE സ്കീം വഴി ഹോളി ചൈൽഡ് ഓക്സിലിയം സ്കൂളിൽ സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതിയതായും 1994 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊമേഴ്സ് ബിരുദം പൂർത്തിയാക്കിയിട്ടില്ലെന്നും അവർ വിശദീകരിച്ചു. വ്യാജ ബിരുദം BJPയുടെ DNA ഉള്ളതാണെന്ന് കഴിഞ്ഞ നവംബറിൽ രാഹുൽ ഗാന്ധി ആക്രമിച്ചപ്പോഴും നേരിട്ട് ഉത്തരം പറയാൻ സ്മൃതി തയ്യാറായിരുന്നില്ല. ന്യൂസ് ടുഡേ, ന്യൂഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻപൂരിൽ നിന്ന് ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി മുസ്ലിം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്ത്. മുസ്ലിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും താൻ ജയിക്കുമെന്നും അതിനുശേഷം ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്നുമാണ് മന്ത്രി വോട്ടർമാരോട് പറഞ്ഞത്. താൻ എങ്ങനെയും MP ആകുമെന്നും അതിനുശേഷം ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്നുമാണ് മേനകാ ഗാന്ധി സുൽത്താൻപൂരിലെ വോട്ടർമാരോട് പറയുന്നത്. മുസ്ലിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും താൻ ജയിക്കുമെന്ന് മേനക പറയുന്ന 2 മിനിറ്റ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അത് മുസ്ലിങ്ങളുടെ പിന്തുണ ഇല്ലാതെയാണെങ്കിൽ നല്ലതായിരിക്കില്ല. അതിനുശേഷം കാര്യങ്ങൾ മോശമാകും. ഇതൊരു കൊടുക്കൽ വാങ്ങൽ ആണ്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ മക്കളല്ല. ഇക്കാര്യം നിങ്ങൾ എവിടെയും പ്രചരിപ്പിക്കണം. മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ജയിക്കാൻ പോകുകയാണെന്നും മേനക കൂട്ടിച്ചേർത്തു. സുൽത്താൻപൂർ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ഫലം നോക്കും. 100 അല്ലെങ്കിൽ 50 വോട്ടാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വരുമല്ലോ. അപ്പോൾ കാണാം. എന്റെ ഫൗണ്ടേഷൻ 1000 കോടി രൂപയാണ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ പറയുന്നു BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന്. ഇതെങ്ങനെ ശരിയാകുമെന്നും മേനക ചോദിച്ചു. ന്യൂസ് ടുഡേ തെലുങ്കാന. ഇനി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ പരസ്യചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. $6.2 മില്യൺ ആണ് പരസ്യത്തിന്റെ മൊത്തം ചിലവ്. ഹോണ്ടയുടെ അക്കോർഡ് എന്ന ബ്രാൻഡിന്റെ പരസ്യ ചിത്രീകരണമാണ് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ പരസ്യചിത്രമാണ് ഹോണ്ടയുടെ അക്കോർഡ്. ഷൂട്ടിങ്ങിനായി 606 തവണയാണ് ടേക്കുകൾ എടുത്തത്. മൊത്തം ചിലവ് $6.2 മില്യൺ ആണ്. വെറും 2 മിനിറ്റ് പരസ്യത്തിനായി ഒരു ഗ്രാഫിക്സ് പോലും ഇല്ലാതെ ഹോണ്ടയുടെ അക്കോർഡ് എന്ന ബ്രാൻഡിലുള്ള കാറിന്റെ പാർട്സ് ഉപയോഗിച്ചു മാത്രമാണ് ചിത്രീകരണം. അത്ഭുതവും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് ഈ പരസ്യ ചിത്രീകരണം. ന്യൂസ് ടുഡേ. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി സഫ മക്ക പോളിക്ലിനിക് മലബാർ അടുക്കളയുമായി സഹകരിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൊഴിലുമായും കുടുംബവുമായി ബന്ധപ്പെട്ട മാനസിക പിരിമുറുക്കം ഹൃദയാഘാതത്തിന് ഇടയാക്കുന്നുണ്ടെന്നും സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഭക്ഷണം, ഉറക്കം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ ശ്രദ്ധ പുലർത്താത്തതാണ് മറ്റൊരു ഹൃദയാഘാതത്തിന്റെ പ്രധാന കാരണം. ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ക്യാമ്പുകളിലും മറ്റും വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് ക്ലിനിക് അധികൃതർ അറിയിച്ചു. രക്തസമ്മർദ്ദം, പ്രമേഹം, യൂറിക് ആസിഡ്, പൈൽസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കാണ് പ്രവാസികൾ പ്രധാനമായും ചികിത്സ തേടിയെത്തുന്നത്. ഈ രോഗങ്ങൾക്കെല്ലാം പ്രധാന കാരണം സ്ട്രെസ്സും ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങളുമാണ്. ഭക്ഷണം നിയന്ത്രിക്കുമെന്നും വ്യായാമം തുടരുമെന്നും സ്വയം പ്രതിജ്ഞ എടുക്കലാണ് ഫലപ്രദമായ ആദ്യത്തെ ചികിത്സയെന്ന് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ തോമസ് പറഞ്ഞു. പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് കുറെ ദൂരം നടന്നിട്ട് ആണ്. സ്കൂൾ വിട്ടാലോ അവർക്ക് കളികൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നതല്ല. വീടിന്റെ വാതിക്കൽ സ്കൂൾ ബസ് വരുന്നു, നേരെ കയറുന്നു, പോകുന്നു. സ്കൂൾ വിട്ടാൽ ആ നിമിഷം തന്നെ ബസ്സിൽ തിരിച്ച് വീട്ടിലെത്തുന്നു. ആക്ടിവിറ്റീസ് ഇല്ല, വ്യായാമമില്ല. ഭക്ഷണമാണെങ്കിലോ ഇപ്പോഴത്തെ ജങ്ക് ഫുഡ്സ്, പുതിയ പുതിയ ഭക്ഷണങ്ങൾ, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങൾ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഹെൽത്തി ഫുഡ് പാകം ചെയ്യുന്നതിനെക്കുറിച്ചും അതിന്റെ ചേരുവകളെക്കുറിച്ചും മലബാർ അടുക്കള KSA ചീഫ് കോർഡിനേറ്റർ നൌഫിന സാബു, റിയാദ് കോർഡിനേറ്റർ ലാജ അഹദ് എന്നിവർ ലൈവ് പ്രദർശനം നടത്തി ക്ലാസ് എടുത്തു. പ്രാതൽ മുതൽ കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് യാര സ്കൂൾ അധ്യാപിക ഫരീദ ഇസ്മായിൽ ക്ലാസ് എടുത്തു. ക്ലിനിക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സഫ മക്ക അഡ്മിൻ കമ്മിറ്റി അംഗങ്ങളായ അമീറ അഹമ്മദ്, നാസർ അൽ ദോസരി, മാദർ ജിബ്രാൻ, യഹിയ ചെമ്മാണിയോട്, ജാബിർ വേങ്ങൂർ എന്നിവർ സംസാരിച്ചു. ഷിഹാബ്, കുഞ്ഞി കാസർകോട്, അലി ഫൈസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ റിയാദ്. റിയാദിലെ മലയാള സാഹിത്യവേദി മലയാളി റൈറ്റേഴ്സ് ഫോറം സാഹിത്യ ചർച്ച സംഘടിപ്പിച്ചു. നിസാർ സെയ്ദ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഫസൽ റഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് ഫസൽ റഹ്മാൻ സാഹിത്യ ചർച്ചയിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രമുഖ കഥാകൃത്ത് KM അബ്ബാസ് വിഷയാവതരണം നടത്തി. സമകാലീന കഥാസാഹിത്യം എവിടെ എത്തി നിൽക്കുന്നു എന്നതായിരുന്നു വിഷയം. ചടങ്ങിൽ വെച്ച് DC സാഹിത്യ പുരസ്കാര ജേതാവ് അനിൽ ദേവസിയെ ആദരിച്ചു. പുന്നയൂർകുളം സൈനുദ്ദീൻ, CP അനിൽകുമാർ, ഷാജി ഹനീഫ്, OM റഫി മുഹമ്മദ് തുടങ്ങിയവരുടെ കഥകൾ അവതരിപ്പിച്ചു. ഷീല പോൾ, TK ഉണ്ണി, സലീം അയ്യനത്ത്, പ്രവീൺ പാലക്കീൽ, മസ്ഹർ വെള്ളിയോടൻ, ഷിജു വിസ്മയ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അനസ്മാള നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ടുഡേ റിയാദ്. നെഞ്ചുവേദനയെ തുടർന്ന് തളർന്നു വീണ
ആശുപത്രിയിൽ പ്രവേശിച്ച തിരുവനന്തപുരം സ്വദേശി ബദറുദ്ദീൻ പ്രാർത്ഥനകൾ ബാക്കിയാക്കി യാത്രയായി. ദമാമിലെ നാരിയയിലുള്ള കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ബദറുദ്ദീൻ. 2018 നവംബർ അവസാനം ദമാം നാരിയയിലുള്ള ഒരു കമ്പനിയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെയാണ് ബദറുദ്ദീന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ ദുലൈ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നില വഷളായതിനെ തുടർന്ന് ദമാം സെൻട്രൽ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. തുടർന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം പ്രവർത്തകർ നിരന്തരം ആശുപത്രിയിലെത്തി രോഗവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിലും ICUയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ബദറുദ്ദീന്റെ നില പലപ്പോഴും മോശമായി തുടരുന്നതിനാൽ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളെ ഡോക്ടർമാർ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകുമെന്ന മുറയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വിമാനമില്ലാത്തതും വലിയ പ്രയാസം സൃഷ്ടിച്ചു. ബദറുദ്ദീന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കി മയ്യത്ത് ഇവിടെ തന്നെ മറവു ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായതായി ഇന്ത്യൻ സോഷ്യൽ ഫോറം ജീവകാരുണ്യ വിഭാഗം കൺവീനർ സലീം മുഞ്ചക്കൽ അറിയിച്ചു. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതു മുതൽ നിയമ നടപടികൾക്കും മറ്റ് പേപ്പർ വർക്കുകൾക്കുമായി ഇബ്രാഹിം ചാവക്കാട്, സോഷ്യൽ ഫോറം റയാൻ ബ്ലോക്ക് പ്രസിഡന്റ് അലി മാങ്ങാട്ടൂർ, ദമാം ബ്ലോക്ക് പ്രസിഡന്റ് മൻസൂർ ആലങ്കോട്, മുനീബ് പാഴൂർ, ഷംസുദ്ദീൻ ചാവക്കാട് എന്നിവർ രംഗത്തുണ്ടായിരുന്നു. ന്യൂസ് ടുഡേ, ദമാം.